ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജൂൺ 2025 കമ്പനി സെക്രട്ടറിയുടെ എക്സിക്യൂട്ടീവ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ നല്ലപോലെ മാനേജ് ചെയ്യണം, നല്ലൊരു അറ്റംപ്റ്റ് എങ്ങനെ കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഇതുവരെയും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ, അതായത് ഇന്നെങ്കിലും തുടങ്ങുക. കാരണം ഇനിയും നിങ്ങൾക്ക് എന്താണ് ദിവസങ്ങൾ എക്സാമിനേഷൻ നല്ലപോലെ നൽകിയിട്ടുണ്ട്. അതായത് മെയ് ഫുള്ള് മാസം നമ്മൾക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏപ്രിൽ ഇപ്പോൾ ഇന്ന് 16 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ഒരു 10-14 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ അറൗണ്ട് പറയുമ്പോൾ നമുക്കൊരു 40-45 ഡേയ്സ് എന്താണ് ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. സോ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് ഒരു പ്ലാൻ നമ്മളാക്കണം, ഒരു നല്ലൊരു പ്ലാൻ നമ്മളാക്കണം. ഈ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ ഹവേഴ്സ് സെറ്റ് ചെയ്യണം, ഇപ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ഹവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 12 ഹവേഴ്സ് ആയിരിക്കാം. നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ഹവേഴ്സ് മിനിമം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്താണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്റ്റുഡൻസും ഞാൻ കണ്ടിട്ടുണ്ട് 4-5 പ്രാവശ്യം എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പം ബോത്ത് ഗ്രൂപ്പാണ് എഴുതുന്നത്. ഇതുവരെ ഒരു ഗ്രൂപ്പ് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് എഴുതിക്കൂടെ? നോ സർ, ഒറ്റയടിക്ക് എഴുതി ക്ലിയർ ആയാലോ? എത്ര വർഷമായി? 3 വർഷമായി. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫിക്സ് ദ ഗ്രൂപ്പ്. അതായത് നിങ്ങൾ എന്താണ് ഈ സൂപ്പർ നാച്ചുറൽ പവറിലൊന്നും ബിലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റി ആദ്യമേ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? യു ഹാവ് ടു ഫിക്സ് ദ ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പ് നിങ്ങൾ എടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഫിക്സ് ദ ഗ്രൂപ്പ്. ഇപ്പോൾ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ്സ് ഇപ്പോൾ ബോത്ത് ചെയ്യാൻ നിങ്ങൾ ആൾറെഡി പ്ലാൻഡ് ആണെങ്കിൽ മുന്നോട്ട് പോക്കോ. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 1 ഗ്രൂപ്പ് ഈസ് ഇനഫ്. ഓക്കെ, 1 ഗ്രൂപ്പ് ഈസ് ഇനഫ്. അത് ഫസ്റ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 പേപ്പേഴ്സേ ഉള്ളൂ. 3 പേപ്പേഴ്സ് നിങ്ങൾക്ക് എഴുതിയാൽ മതി. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഉണ്ട്, എപ്പെട്ടപ്പാലും ഒരു പ്രാക്ടിക്കൽ ഉണ്ട്. ടാക്സേഷൻ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കാം. ബുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ചാപ്റ്റർ ബുക്കാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു സമ്മറി നോട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് പഠിക്കാൻ നോക്കണം. കാരണം ടാക്സ് ആദ്യം എഴുതാൻ പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി എപ്പോഴാണ് അതിൻ്റെ ഫൈനാൻസ് ആക്ട് വരുന്നതനുസരിച്ച് എന്താണ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ സിലബസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ക്ലാസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ബാക്കിയെല്ലാം അത്ര ഒരു എക്സ്പയറി ഒന്നും വരത്തൊന്നുമില്ല. നമുക്ക് കുറച്ച് നാൾ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഫിക്സ് ചെയ്തിരിക്കണം. ഇനി നാളെ ഫിക്സ് ചെയ്യാം, പിന്നീടാകട്ടെ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് ഒരിക്കലും തന്നെ വരാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കൺസെപ്റ്റ് ക്ലാരിഫൈ ചെയ്യണം. കാരണം മെജോറിറ്റി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒരു വർഷം മുമ്പൊക്കെ ഈ ഒരു ഗ്രൂപ്പ് നമ്പർ 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ പഠിച്ചതായിരിക്കാം. ഇപ്പോൾ ഒരുമിച്ച് എഴുതിയിട്ട് കിട്ടിയില്ല, പിന്നെ ഒരു ഗ്രൂപ്പ് മാത്രം ശ്രമിച്ചു. അങ്ങനെ ഇപ്പോൾ 2 വർഷമായിട്ട് അല്ലെങ്കിൽ 1 വർഷമായിട്ട് ഒരു ഗ്രൂപ്പ് മാത്രം പഠിച്ചു, അത് പാസ്സായി. ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിരിക്കില്ല. വരുന്ന മെറ്റീരിയൽ തന്നെ ഒരു വർഷത്തെ അമെൻമെൻറ്റ് പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അമെൻമെൻറ്റ്സ് നല്ലപോലെ വന്നിട്ടുണ്ട്. അത് അമെൻമെൻറ്റ്സ് എങ്ങനെ കിട്ടാമെന്നൊക്കെ നമ്മൾ ആരുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൗ ടു സെർച്ച് ICSI സപ്ലിമെൻറ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് അക്കാഡമിക് പോർട്ടലിൽ പോയിട്ട് മെറ്റീരിയൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അമെൻമെൻറ്റ് സപ്ലിമെൻറ്റ് എന്നൊരു പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും എന്താണ് നൽകും. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക ആൻഡ് അപ്ഡേറ്റ് ദ സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയൽ എന്താണ്? നിങ്ങൾ അപ്ഡേറ്റ് യുവർ സ്റ്റഡി മെറ്റീരിയൽ. ഉറപ്പായിട്ടും നിങ്ങൾക്കത് മേടിക്കാൻ പറ്റുള്ളൂ. ഇനിയും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പ്രിൻറ്റിംഗ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ 250-300 അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ആ ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വരും. അത് ICSIയുടെ കാർട്ടിൽ പോയിട്ട് നിങ്ങൾ എന്താണ് അവിടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അത് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് പോകാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പഠിക്കുമ്പോൾ സബ്ജക്റ്റിൻ്റെ എന്താണ് വെയിറ്റേജ് അനുസരിച്ച് വേണം പഠിക്കാൻ വേണ്ടി. ഈ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ICSI നൽകിയിട്ട് കുറച്ച് വെയിറ്റേജ് ഉണ്ട്. ഇപ്പോൾ ബേസിക് വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 60-40. അതിനകത്ത് 60ൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 40ൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, 60ൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യമേ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ പഠിച്ചു അതിനുശേഷം എനിക്കെല്ലാം ക്ലിയർ ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ
സെറ്റിംഗ് അപ്പ് ബിസിനസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ ലോസിൽ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം ക്ലിയർ ആയി സർ, കാര്യം എന്തെങ്കിലുണ്ടോ? ഇല്ല, കാരണം ഇത് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഇൻട്രോയാണ്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിന് നിങ്ങൾ വെയിറ്റേജ് കൊടുക്കണമോ അത് കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി പുതിയ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാൻ പോകേണ്ട. കാരണം നമുക്ക് 2 പ്രാവശ്യം എന്ത് ചെയ്യണം, റിവിഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, 5ാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെജോറിറ്റി സ്റ്റുഡൻസ് ചെയ്യുന്നൊരു തെറ്റാണ്. അവസാനം ഒരു 5 ദിവസം ഉള്ളപ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ യു ഹാവ് ടു സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് നിങ്ങൾ ചെയ്യണം. അത് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് കിട്ടുക നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അല്ലേ? നിങ്ങൾ ജസ്റ്റ് ICSI ഗൈഡ് ലൈൻസ് ആൻസേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, ഇയർ വൈസ് കിട്ടും. അത് ഒരു PDF-ൽ തന്നെ 4 സബ്ജക്റ്റും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഓർഡർ അനുസരിച്ച് പഠിക്കുക. ക്വസ്റ്റ്യനും ആൻസറും അവിടെ തന്നെ നൽകിയിട്ടുണ്ടാവും. അത് ഇപ്പം തന്നെ നിങ്ങൾ എഴുതി പഠിക്കണം. ജസ്റ്റ് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താണ് വായിക്കാനെങ്കിലും ശ്രമിക്കുക. നെക്സ്റ്റ് പറയുന്നത് എവ്രി ഡേ എന്താണ്, യു ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 10 hours എങ്കിലും എന്താണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ 10 hours എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആയിരിക്കണം. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് 24 മണിക്കൂർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ 6 സ്റ്റെപ്പുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പല രീതിയിലും പല സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ട് ഉണ്ടാക്കിയ 6 പോയിന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത 6 പോയിന്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പോയിന്റ്സ് കൂട്ടി ചേർക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറഞ്ഞ പോയിന്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുകയാണ്. അതിനകത്ത് കുറച്ച് കണ്ടന്റ് കാര്യം നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്താണ് CS നെ കുറിച്ച് മലയാളത്തിലാണ് നമ്മൾ ഡീറ്റെയിൽസും ക്ലാസ്സസും എല്ലാം കൊടുക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CS ചെയ്യുന്നുണ്ടെങ്കിൽ, അവരും ഈ പ്രാവശ്യം എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും എന്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നത് വരെ നല്ലപോലെ നിങ്ങൾ പഠിക്കുക.